പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണം കൈവിട്ട ഇന്ത്യൻ താരം നീരജ് ചോപ്ര. പാക് താരം അർഷാദ് നദീമാണ് നിലവിലെ ചാമ്പ്യനായ ചോപ്രയെ മറികടന്ന് ഒന്നാമതെത്തിയത്. 92.97 മീറ്റർ ദൂരമെറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡോടെയാണ് നദീമിന്റെ സ്വർണ്ണ നേട്ടം. യോഗ്യതാ റൗണ്ടിൽ 89.34 മീറ്റർ ദൂരമെറിഞ്ഞ് ഒന്നാം സ്ഥാനക്കാരനായാണ് നീരജ് ഫൈനലിൽ കടന്നത്. കരിയറിൽ ആദ്യമായി താരത്തിന് 90 മീറ്റർ മറികടക്കാനാകുമോ എന്നതായിരുന്നു ആരാധകരുടെ ആകാംക്ഷ. എന്നാൽ ഇന്ന് ചോപ്രയുടെ ദിവസമായിരുന്നില്ല. 89.45 മീറ്റർ ദൂരം താണ്ടി ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷകൾ വെള്ളിയിൽ വിശ്രമിച്ചു. നീരജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ദൂരമാണിത്. പാക് താരം അർഷാദ് നദീമാണ് നിലവിലെ ചാമ്പ്യനായ ചോപ്രയെ മറികടന്ന് ഒന്നാമതെത്തിയത്. 92.97 മീറ്റർ ദൂരമെറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡോടെയാണ് നദീമിന്റെ സ്വർണ്ണ നേട്ടം. പാകിസ്ഥാന് ആകെ ലഭിച്ച സ്വർണ്ണ മെഡലുകളിൽ നാലാമത്തേതാണിത്. 56 വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ വീണ്ടും ഒരു സ്വർണം സ്വന്തമാക്കിയത്. ഗ്രനഡയുടെ താരം ആൻഡേഴ്സൺ പീറ്റേഴ്സാണ് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. 88.54 മീറ്റർ എറിഞ്ഞാണ് 2 തവണ ലോക ചാമ്പ്യനായ പീറ്റേഴ്സ് വെങ്കലം ഉറപ്പിച്ചത്. അതേസമയം ടോക്കിയോയിലെ വെള്ളി മെഡൽ ജേതാവ് ജേക്കബ് വാഡ്ലിഷ് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒളിമ്പിക്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.